ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വൈകുന്നേര സമയം TBF മിനിസ്ട്രി ഒരുക്കിയ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനേക വർഷങ്ങളായിട്ട് ഈ ടവർ ശാലമിൽ ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്കിടവരുത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് പ്രിയ കർത്തൃദാസന്മാർ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇന്നും അതിനുവേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. രാവിലത്തെ സമയം കർത്താവിനെ സത്യത്തിലും നീതിയിലും നമുക്കിന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്കിന്ന് ഇടവരുത്തി. ഈ വൈകുന്നേര സമയം ഇങ്ങനെ കൂടുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്കിന്ന് തന്നിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് എത്ര സന്തോഷമാണ്, എത്ര മനോഹരമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഇനി നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ ഉറപ്പില്ല. മനുഷ്യൻ്റെ ആയുസ് അതുപോലെയുള്ളൊരു ആയുസ്സിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ആയുസ്സാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. എന്നാൽ സന്തോഷത്തോടെ വന്നിവിടെ കടന്നു വന്ന് മനോഹരമായ പാട്ടുകൾ പാടിയെന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്കിന്ന് ഇടവരുത്തിയതിനായിട്ട് എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്തൃദാസൻ ഡോക്ടർ വർഗീസ് ജോൺ ട്രിവാൻഡ്രം അവർകളാണ്. നമ്മുടെ ക്ഷണം അംഗീകരിച്ച് പ്രിയ കർത്തൃദാസൻ നമ്മുടെ മധ്യേ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ടു ബി ഫിൽഡ് വിത്ത് സ്പിരിറ്റ് എന്നുള്ള ഒരു പാർട്ട് 1 നേരത്തെ നാം കേട്ടത്. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് നാം ഇന്ന് കേൾക്കുവാനിരിക്കുന്നത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പുലാനിവിളയിലുള്ള പ്രിയ ജോയ് സഹരൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധനായ കഥാവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഥാവേ, ഈ വൈകുന്നേരം സമയത്ത് അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി കഥാവേ കൂടി വരുവാൻ അനുവദിച്ച വലിയ കൃപയ്ക്കായ സ്തോത്രം. പ്രഭാതത്തിൽ അടിയങ്ങളെ അങ്ങ് കരുതി മേശയൊരുക്കി അങ്ങ് അടിയങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ അവിടെ അടിയങ്ങളെ അങ്ങ് സഹായിച്ചനായ സ്തോത്രം. കഥാവ് വീണ്ടും സന്തോഷത്തോടെ കഥാവ് പ്രത്യാശയോടുകൂടെ അങ്ങയുടെ വചനം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ കഥാവ് ഈ ഹോളിന് ഉള്ളിൽ കൂട്ടിവരുത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായി അടിയങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദി കരേറ്റുന്നു. അടിയങ്ങളെ ജീവിപ്പിച്ച ആ ജീവനുള്ള വചനം കേൾക്കുവാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ വചനമായ അടിയങ്ങളുടെ മധ്യയെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അടിയങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകുവാൻ ഇന്നത്തെ വചനകേളി മുഖാന്തരവും അങ്ങയുടെ ആക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് വേണ്ട എല്ലാ ദൈവകൃപയും നൽകി പരിപാലിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ കഥാവെ വൈകുന്നേര സമയത്ത് അടിയങ്ങൾ കേൾക്കുവാനും കഥാവെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സന്തോഷത്തോടെ മടങ്ങുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഥാവിന് ഏറെ പ്രയോജനമുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി, ദൈവത്തിന് പ്രീതിയുള്ളവരായി, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി കഥാവെ കേൾക്കുന്ന വചനത്തിന് അനുസൃതമായ ജീവൻ നയിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ ഞങ്ങളുടെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം. ആരെയും കടന്നൊരാഗ്രഹിക്കുന്നതിൽ യഥാസമയം കടന്നവരും അങ്ങടിയാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഥാവെ ഭൂമിയിൽ അങ്ങ് കഥാവെ കൊടുക്കുന്ന ദിവസം വരെയും തുടരുവാൻ അങ്ങ് അനുവദിക്കണമേ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ദാസന്മാരെയും സഹായിക്കണമേ. അനേകരുടെ ആത്മീക രക്ഷയ്ക്കും വിശ്വാസികളുടെ ആത്മീക വളർച്ചയ്ക്കും അത് കാരണമായി തീരുവാൻ അങ്ങ് ഒരുക്കുന്ന വലിയ സ്നേഹത്തിനായ സ്തോത്രം. തുടർന്നും സഹായിക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ കൃപ ഉണ്ടാകണം. ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം കേൾക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമുക്കെല്ലാം അവസരം തന്നു. വൈകിട്ട് ഈ ഹാളിൽ ഇപ്രകാരം കൂടി വന്ന് ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൻ്റെ മുൻപാകെ ഇരുപ്പാനും ദൈവം തന്നിരിക്കുന്ന ഈ സാവകാശത്തെ ഓർത്ത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുകയും എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും കർത്താവിനെ അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 14-ാം തീയതി ആരംഭിച്ച ഒരു വിഷയമാണ് ഏതാണ്ട് 2.5 മാസങ്ങൾക്ക് ശേഷം ഞാൻ തുടരുന്നത്. ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവീൻ, അല്ലെങ്കിൽ ബി ഫിൽ വിത്ത് ദ സ്പിരിറ്റ് എന്ന
ഒരു വിഷയമാണ് അന്ന് ആരംഭിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായി പല കാര്യങ്ങൾ അന്ന് ചിന്തിച്ചു. അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്പം വിപുലമായൊരു വിഷയമാണ് എങ്കിലും എനിക്ക് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഞാനത് പൂർത്തീകരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പഠന ഭാഗമായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 18-ാം വാക്യത്തെക്കുറിച്ച് മാത്രമാണ് അന്ന് ചിന്തിച്ചത്. അല്പം വിപുലമായി ചിന്തിച്ചു. തുടർന്നുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. എന്നാൽ ഒരു വിഷയ പഠനം ആയതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ കൂടെ ഈ ഭാഗത്ത് പറയാത്തതും ഒന്ന് പരാമർശിച്ച് പോകേണ്ടത് ആവശ്യമാണ്. ഏതായാലും സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാം. എഫേസ്യർ 5-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആത്മനിറവിനെക്കുറിച്ചുള്ള കൽപ്പന 18-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. അന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ ചുരുക്കമായി ഒന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ, നിറവ് എന്ന വാക്കുകൊണ്ട് പുതിയ നിയമം അർത്ഥമാക്കുന്നത് നിയന്ത്രണമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു വസ്തുവല്ല. വസ്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദ്രാവകമാണെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് നാം നിറയ്ക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ വ്യക്തിയായതുകൊണ്ടും ദൈവമായതുകൊണ്ടും നിറവ് എന്ന് പറയുന്നത് നിയന്ത്രണമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം, അത് ആ ഇൻഫ്ലുവൻസിനെയാണ് നിറവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ, ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 4 സത്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണം പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പ്ലീറു എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നാം പഠിച്ച 4 സത്യങ്ങൾ, അതിൽ ഒന്നാമത്തേത്, ഇതൊരു കൽപ്പന രൂപത്തിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ തർജ്ജമയിൽ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൽപ്പനയാണെന്ന് തോന്നുകയില്ല. ഒരു സാധാരണ മട്ടിൽ ഒരു നിർദ്ദേശം തരുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇതൊരു വളരെ ശക്തമായ കൽപ്പന രൂപത്തിലാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കൽപ്പനയാണ്. കൽപ്പനയാണെങ്കിൽ കൽപ്പനാ ലംഘനം പാപമാണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്, ഈ മലയാളത്തിൽ നിറഞ്ഞവരായി എന്ന് തർജ്ജമയിരിക്കുന്ന പദത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ മൂലഭാഷയിലെ പദം അത് ബഹുവചന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആ ഒരു സൂചനയുണ്ട്. ബഹുവചന രൂപം എന്ന് പറയുമ്പോൾ ഇത് എല്ലാ വിശ്വാസികൾക്കും ഉള്ള കൽപ്പനയാണ്. ഒന്നാമത് ഇത് കൽപ്പനയാണ്. 2, ഇത് ബഹുവചന രൂപം ആയതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. മൂന്നാമത്, ഇത് പാസീവ് വോയിസ്, കർമ്മണി പ്രയോഗത്തിലാണ്. അതായത് നാം സ്വയം ആത്മാവിനാൽ നിറയ്ക്കുകയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ നാം അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ഒടുവിലായി നാം കണ്ടു, ഇതൊരു തുടർമാന വർത്തമാനകാല ക്രിയയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പ്രാപണം പോലെ ഒരിക്കൽ മാത്രം പ്രാപിച്ച് ആസ്വദിച്ച് അവസാനിപ്പിക്കുന്ന ഒരു സംഭവം അല്ല, പിന്നെയോ ഇത് തുടർമാനമായ ഒരു പ്രക്രിയ ആണ്. നിറവ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എന്നാൽ നിറവ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടർമാനമായി ഓരോ ദിവസവും നാം ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണ് ആ ആശയം നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ശരിയാകുകയില്ല. അതിൻ്റെ പ്രായോഗിക വശം കൂടെ അല്പം ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. ഹൗ ക്യാൻ വി ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്?
എങ്ങനെയാണ് നമുക്ക് ആത്മാവിനാൽ നിറയാൻ കഴിയുന്നത്? അത് ഈ ഭാഗത്ത് പൗലോസ് പറയുന്നില്ല. വേറെ ഒരു ഭാഗത്തും ആത്മനിറവിൻ്റെ വ്യവസ്ഥകൾ എന്ന പേരിൽ 1, 2, 3, 4 അങ്ങനെ എങ്ങും നാം കൽപ്പനാരൂപത്തിൽ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ സൂചനകൾ പല വേദഭാഗങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള 2 കാര്യങ്ങൾ മാത്രം, എല്ലാം എടുക്കുന്നില്ല, 2 കാര്യങ്ങൾ മാത്രം, അതിപ്രധാനമായ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈ വാക്യം, ഈ ഭാഗം നാം വായിച്ചു. ഇതിന് സമാന്തരമായ ഒരു വേദഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 കൊലോസ്യർ 3:16, അതും കാരാഗ്രഹ ലേഖനമാണ്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിന്ന് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനവും കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും. കൊലോസ്യർ 3:16 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിൽ വചനത്തിൻ്റെ നിറവിൻ്റെ അനന്തരഫലമായി പറയുന്ന കാര്യങ്ങളും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആത്മനിറവിൻ്റെ അനന്തരഫലങ്ങളായി പറയുന്ന കാര്യങ്ങളും ഏറെക്കുറെ ഒന്നു തന്നെയാണ്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരുവന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി അനുദിനം ജീവിക്കാൻ കഴിയുന്നത്? അതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്, അല്ലെ പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്, ദൈവവചനത്താൽ നിറയപ്പെടുക എന്നത് തന്നെയാണ്. അപ്പോൾ ഒരു തലക്കെട്ട് പോലെ ഞാൻ പറഞ്ഞാൽ, എങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടാൻ കഴിയും, എന്താണ് ആത്മനിറവിൻ്റെ വ്യവസ്ഥകൾ, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത്, ബി സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്താൽ നിറയപ്പെടുക, ദൈവവചനത്താൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കുക. അതല്ലാതെ മറ്റ് കുറുക്കുവഴി ഒന്നും ഇല്ല. വാസ്തവത്തിൽ ദൈവവചനത്താൽ വിശ്വാസികൾ അവരുടെ ഹൃദയത്തെ, മനസ്സിനെ നിറയ്ക്കുമ്പോൾ ആ വചനം ഉപയോഗിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതിനെയാണ് ആത്മനിറവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ന്യായമായിട്ട് ഉദിക്കും, എങ്ങനെയാണ് ദൈവവചനത്താൽ നമ്മെ തന്നെ നിറയ്ക്കുന്നത്? അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ മറ്റു ഭാഗങ്ങളിലുണ്ട്. നമുക്കറിയാം, 1-ാം സങ്കീർത്തനത്തിൽ നീതിമാൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു വരുമ്പോൾ, നീതിമാനായ ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്താണെന്ന് പറയുമ്പോൾ, സങ്കീർത്തനം 1:2 നാം വായിക്കുന്ന, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് ദൈവവചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാൻ കഴിയുന്നത്? അത് നാം ചെയ്യേണ്ടത് ദൈവവചനം നിരന്തരമായി വായിക്കുക പോരാ, അത് ധ്യാനിക്കുക. ഒരു വാക്കുകൂടെ ഞാൻ കടത്തി പറയട്ടെ, ദൈവവചനം മനഃപ്പാഠം ആക്കുക. ദൈവവചനം കാണാതെ പഠിക്കുന്നത്, മനഃപ്പാഠമാക്കുന്നത് പലപ്പോഴും സൺഡേ സ്കൂൾ കുട്ടികളുടെ ഉത്തരവാദിത്തമായിട്ടാണ് നാം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികളൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്, അത് മത്സരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇത് എല്ലാ വിശ്വാസികളും അനുദിനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനത്തെ മേശപ്പുറത്ത് സൂക്ഷിക്കുകയല്ല, ഷെൽഫിൽ സൂക്ഷിക്കുകയല്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ മാത്രമേ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ മാത്രമേ ആ വചനം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസിയെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഇത് നാം എല്ലാം പരിശീലിക്കണം. പ്രായമാകുമ്പോൾ നാം പറയാറുണ്ട്, നമുക്കൊക്കെ ഓർമ്മ കുറവാണ്, ശരിയാണ്. എങ്കിലും നാം അതിനുവേണ്ടി ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കണം. വളരെ പ്രാക്ടിക്കലായ പ്രായോഗികമായ നിർദ്ദേശം ഞാൻ പറയട്ടെ. എല്ലാ ദിവസവും ഒരു വാക്യം വെച്ച് പഠിച്ചാൽ നല്ലതാണ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒരു ആഴ്ചയിൽ ഒരു വാക്യമെങ്കിലും പഠിക്കുവാൻ നാം ഉത്സാഹം കാണിച്ചാൽ, നാം ഉത്സാഹിച്ചാൽ, പരിശ്രമിച്ചാൽ, ഒരു വർഷം കൊണ്ട് എത്ര വാക്യങ്ങൾ പഠിക്കാൻ കഴിയും? ഏറ്റവും കുറഞ്ഞൊരു 50 വാക്യമെങ്കിലും പഠിക്കാൻ കഴിയും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക. ഈ വർഷം അങ്ങനെ ഒരു തീരുമാനം നാം എടുക്കുക. ഒരാഴ്ച കൊണ്ടെങ്കിലും ഒരു വാക്യം ഒന്ന് മനഃപ്പാഠമാക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നാം അറിയാതെ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടും. അങ്ങനെ നിറയപ്പെടുമ്പോൾ ആ ദൈവവചനമായിരിക്കും ഓരോ സമയത്തും നമ്മെ നിയന്ത്രിക്കുന്നത്. അതൊന്നാമത്തെ വ്യവസ്ഥ. 2, പ്രാർത്ഥന. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വ്യക്തമായ ഒരു കൽപ്പന ഇല്ല എങ്കിലും അതിൻ്റെ സൂചനകൾ പല ഭാഗത്തുണ്ട്. എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 5:18 നാം വായിച്ചത്. എഫേസ്യർ 3:14 മുതൽ 21 വരെ പൗലോസിൻ്റെ പ്രസിദ്ധമായൊരു പ്രാർത്ഥന നാം വായിക്കുന്നുണ്ട്.
അതിൻ്റെ 16-ാം വാക്യം, എഫേസ്യർ 3:16 എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ആ വാക്യം ശ്രദ്ധിക്കണം. എഫേസ്യർ 3:16 അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും എന്ന് പറഞ്ഞ വാചകം നീണ്ടു പോകുകയാണ്. അവിടെ എന്താണ് പൗലോസ് പറയുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തിപ്പെടണം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഈ അകത്തെ മനുഷ്യൻ? പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഈ പ്രയോഗങ്ങൾ സാധാരണമാണ്. അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ. ഞാൻ വാക്യങ്ങളൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പുറമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മുടെ ശരീരമാണ്. അകമേയുള്ള മനുഷ്യൻ എന്നതുകൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത് നമ്മുടെ ദേഹിയും ആത്മാവും ഒരുമിച്ച് ചേർന്നാണ്, സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഒന്നിച്ചു ചേർന്നുള്ളതിനെയാണ്, അദൃശ്യ രൂപത്തെയാണ്, അദൃശ്യമായ കാര്യങ്ങളെയാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അത് ശക്തിപ്പെടണം. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അപ്പോൾ ഫലത്തിൽ എന്താണ് പൗലോസോടെ പ്രാർത്ഥിക്കുന്നത്? എഫെസോസിലെ വിശ്വാസികളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന എഫേസ്യർ 3:16 പ്രാർത്ഥിച്ചിട്ടാണ് 5:18 കൽപ്പനാരൂപത്തിൽ വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവീൻ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മനിറവിനുള്ള അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു മാതൃക നാം അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ കൽപ്പനകളില്ലെങ്കിലും മാതൃകകൾ ധാരാളമുണ്ട്. കൽപ്പനകൾ ലേഖനത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം നാം നോക്കുമ്പോൾ അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പീഡ ക്രമേണ വർദ്ധിച്ചു വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൊരു മുടന്തനെ പത്രോസും യോഹന്നാനും ചേർന്ന് സൗഖ്യമാക്കി. അതാണ് 3-ാം അധ്യായത്തിലെ വിഷയം. അത് കഴിഞ്ഞപ്പോൾ സൻഹദ്രീൻ സംഘം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കോടതി അപ്പോസ്തലന്മാരെ പത്രോസിനെയും യോഹന്നാനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവരെ വിളിച്ചു. എന്നിട്ട് അവരെ തർജ്ജനം ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്, ഉപദേശിക്കരുതെന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത്? നാം വായിക്കുന്നത്, അവർ ചെന്ന് യെരുശലേമിൽ ചെന്ന് അവിടെയുള്ള സഹോദരന്മാരോട് കൂടെ, യെരുശലേമിലെ സഭയിലെ കൂട്ടു സഹോദരന്മാരോട് കൂടെ ചേർന്നിരുന്ന് ഒരു പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. അതിൻ്റെ 4:31 മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ ഞങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്നൊരു ജൽപ്പനം പോലെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചില്ല. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ നേരത്തെ മുമ്പിലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവർ ദീർഘസമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട്, അനന്തരഫലം ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആത്മനിറവും പ്രാർത്ഥനയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? വാസ്തവത്തിൽ പ്രാർത്ഥന അത് വ്യക്തിപരം ആണെങ്കിലും സഭയായിട്ടാണെങ്കിലും നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന് യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ വാക്യങ്ങളുണ്ട്. അതാണ് സംഭവിക്കേണ്ടത്. പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം, ഒരു പ്രായോഗിക ശുദ്ധീകരണം നടക്കുകയാണ്. അങ്ങനെ ആ ശുദ്ധീകരണം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ നിയന്ത്രിക്കുന്നതിനുള്ള തടസ്സം നീങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആളുകൾ ആത്മാവിനാൽ നിറയപ്പെടുന്നത്. ഇവിടെ അതുതന്നെയാണ് സംഭവിച്ചത്. അവർ ദീർഘസമയം പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും പാപങ്ങളെ ഏറ്റുപറഞ്ഞു കാണും, മറ്റു പല ആവശ്യങ്ങൾ പറഞ്ഞു കാണും. അങ്ങനെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരെ നിയന്ത്രിക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി. പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു. എല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ട് വചനം ധൈര്യത്തോടെ സംസാരിച്ചു. ഈ വാക്യത്തെക്കുറിച്ച് ഒരു ഭക്തൻ അല്പം തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭ ദീർഘസമയം പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇന്ന് നാം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ കൂടിയിരുന്ന സ്ഥലമൊന്നും കുലുങ്ങുകയില്ല, നാം പ്രതീക്ഷിക്കുന്നുമില്ല. 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും പ്രാർത്ഥന കഴിയുമ്പോൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നവരെ കുലുക്കി വിളിക്കേണ്ട ഗതികേടാണ് ഉള്ളത് എന്ന് ആരോ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥലം കുലുങ്ങുകയില്ല, ആളുകൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും, പിന്നെ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ച് വിടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ആത്മനിറവ് ഉണ്ടാകാത്തത്.
അതുകൊണ്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ദൈവവചനത്താൽ നിറയപ്പെടുക. അത്രയും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. പഴയ നിയമത്തിലെ യെശയ്യാവ് 40:31 ഈ ആശയമുണ്ട്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിനെയാണ് കാത്തിരിപ്പ് എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ 2 വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞു. 1, ദൈവവചനത്താൽ നിറയപ്പെടുക. 2, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. ഇത് വളരെ പ്രായോഗികമായ കാര്യമാണ്. ഈ വേദഭാഗത്ത് വരുന്നില്ലെങ്കിലും അത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആത്മനിറവിനെക്കുറിച്ച് ഇത്രയും പഠിച്ചിട്ട് എങ്ങനെയാണ് ആത്മാവിനാൽ നിറയപ്പെടുന്നതെന്നുള്ള പ്രായോഗിക വശം മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇനി നമ്മുടെ വേദഭാഗത്തേക്ക് വരാം. അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിൻ്റെ അനന്തരഫലങ്ങളായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഇവിടെയും വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറയേണ്ടതായിട്ടിരിക്കുന്നു. അടുത്ത തലക്കെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിൻ്റെ ഫലങ്ങൾ. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിൻ്റെ ഫലങ്ങളെ തന്നെ 2 തരമായിട്ട് തിരിക്കാൻ കഴിയും. ദർ ആർ 2 kinds ഓഫ് റിസൾട്ട്സ്. ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് പറഞ്ഞിരിക്കുന്നത് ഗലാത്യർ 5:22-23 ആത്മാവിൻ്റെ ഫലം എന്ന പേരിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 തരം അനന്തരഫലങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഫലമാണ്. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഫലം, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഫലം. റഫറൻസ് ഗലാത്യർ 5:22-23. അവിടെ ആത്മാവിൻ്റെ ഫലം എന്ന പേരിൽ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഫലം എന്ന ഏകവചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണം ആ 9 കൂട്ടം കാര്യങ്ങളും ഒരു ഫലത്തിൻ്റെ 9 രുചിഭേദങ്ങൾ പോലെയാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏകവചനം ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു ബഞ്ച് പോലെയാണ്, പല ഫലങ്ങൾ ചേർന്ന ഒരു കൊല പോലെയാണ്. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് വായിച്ചാൽ അറിയാം, അതെല്ലാം നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റു നിലയിൽ പറഞ്ഞാൽ ക്രിസ്തു സാദൃശ്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ 9 സവിശേഷതകളാണ് ആത്മാവിൻ്റെ ഫലം എന്ന പേരിൽ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഫലം. അതുതന്നെ വലിയ പഠന വിഷയമാണ്, അത് തൊടുന്നേയില്ല, അത് നമ്മുടെ ഭേദഭാഗത്ത് വരുന്നില്ല. അതൊന്നാമത്തെ. 2, നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ അഥവാ പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന 19 മുതൽ 21 വരെ പറയുന്നത്. അപ്പോൾ 2 തരം ഫലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്ന് പ്രൈവറ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് പബ്ലിക് ലൈഫുമായിട്ട്. ആദ്യത്തേത് ആറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഇത് കുറച്ച് ആക്ഷൻസാണ്, പ്രവൃത്തികളാണ്. ആ വ്യത്യാസം നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുമ്പോൾ അഥവാ നിയന്ത്രിക്കുമ്പോൾ അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും ഒരുപോലെ സമ്പൂർണ്ണമായി ബാധിക്കുന്നു. അങ്ങനെ വേണം നാം മനസ്സിലാക്കാം. ഇനിയും നമുക്ക് എഫേസ്യർ 5:19 വാക്യങ്ങളിലേക്ക് വരാം. എല്ലാവരും ആ ഭാഗം നോക്കിയാൽ മതി. ഞാൻ പറയുമ്പോൾ ഇവിടെ ഈ നാം ശ്രദ്ധിച്ച് നോക്കിയാൽ 4 ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 ഫലങ്ങൾ, അനന്തരഫലങ്ങൾ, റിസൾട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തെക്കുറിച്ച് നാം പൊതുവായ 2 നിരീക്ഷണങ്ങൾ, ജനറൽ ഒബ്സർവേഷൻസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വായിച്ച് കേട്ടല്ലോ. ഇന്ന് നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വളരെ താല്പര്യമുള്ള അനേകം സഭാ വിഭാഗങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ അത് നല്ലതാണ്. അവരോടാരോടെങ്കിലും നമ്മളൊന്ന് ചോദിച്ചു നോക്കണം, എന്താണ് ആത്മനിറവിൻ്റെ അനന്തരഫലങ്ങൾ? അങ്ങനെ ചോദിച്ചാൽ അവരെല്ലാവരും ഏകവായാൽ പറയും, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത്ഭുത രോഗശാന്തി, അന്യഭാഷ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ആത്മനിറവിൻ്റെ അനന്തരഫലങ്ങളായിട്ട് സാധാരണ ക്രിസ്ത്യാനികൾ അല്ലെ വിശ്വാസികൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധാരണയാണെന്ന്? ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിലാണ് ഈ ലേഖനം എഴുതുന്നത്. അന്ന് അപ്പോസ്തലന്മാർ ഏറെക്കുറെ എല്ലാവരും ജീവനോടെയുണ്ട്. അപ്പോസ്തലിക അടയാള വരങ്ങൾ എല്ലാം നിലനിൽക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലവിലുള്ള കാലഘട്ടം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ആത്മനിറവിൻ്റെ അനന്തരഫലമായിട്ട് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള 4 കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഇതിൽ അസാധാരണമായ അത്ഭുതകരമായ യാതൊന്നുമില്ല. പിന്നെയോ സർവ്വസാധാരണമായ ജീവിത അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം.
നാം പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുമ്പോൾ എന്തെങ്കിലും അത്ഭുതകരമായ അസാധാരണമായ കാര്യം സംഭവിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു കാര്യവും 1-ാം നൂറ്റാണ്ടിൽ ഈ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞിട്ടില്ല. ഇന്നാണെങ്കിൽ നമുക്ക് പറയാം ആ വരങ്ങളൊക്കെ നിന്നുപോയെന്ന്. എന്നാൽ 1-ാം നൂറ്റാണ്ട് ഇതൊക്കെ നിലനിന്ന കാലഘട്ടത്തിൽ തന്നെ ഇതൊന്നും പൗലോസ് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. 2, ഇനി എന്താണ് ഈ ഫലങ്ങളെന്ന് ഒന്നുകൂടെ എല്ലാവരും ബൈബിളിൽ തന്നെ നോക്കുക. പറ്റെങ്കിലൊന്ന് ബ്രാക്കറ്റ് ഇട്ടാലും തെറ്റൊന്നുമില്ല, സ്വന്തം ബൈബിളാണല്ലോ. 19-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അനന്തരഫലങ്ങൾ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ നല്ലതാണ്. അത്രയുമാണ് 1-ാമത്തെ കാര്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുക. 5:19 എ എന്ന് ഞാൻ പറയും. വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് എ എന്നും 2-ാം ഭാഗത്തിന് ബി എന്നും സാധാരണ പറയാറുണ്ട്. 2, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുകയും കീർത്തനം ചെയ്യുക അല്ലെ കീർത്തനം ആലപിക്കുകയും ചെയ്യുക. അത് 2-ാമത്തെ അനന്തരഫലം. 3, 20-ാം വാക്യം മൊത്തമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അത് 3-ാമത്തെ അനന്തരഫലം 5:20. 4-ാമത്തേത് 21-ാം വാക്യം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അത്ഭുതകരമായ യാതൊന്നുമില്ല. സർവ്വസാധാരണമായ ഒരു വിശ്വാസിയുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തീർന്നില്ല. ഇനി ഇത് ശ്രദ്ധിച്ചാൽ ഇവിടെ പറയുന്ന 1-ാമത്തെ കാര്യവും ഒടുവിലത്തെ കാര്യവും അത് മനുഷ്യോത്മുഖമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്നതാണ്. 2ഉം 3ഉം അത് ദൈവോത്മുഖമാണ്. ഇങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, ഈ കുരിശിൻ്റെ 2 പലകകൾ പോലെ വി ഷുഡ് ഹാവ് എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് എ ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ദൈവവുമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വേണം, കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ഒരു ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പും വേണം. ഇത് 2മാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേതും അവസാനത്തേതും മനുഷ്യോത്മുഖം, 2ഉം 3ഉം ദൈവോത്മുഖം. അതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധവും സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധവും ഒരുപോലെ ശരിയാകും. തിരിച്ചു പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധവും കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധവും ശരിയാക്കാനുള്ള ഒറ്റമൂലി ഏകമാർഗം ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നതാണ്. ഇത്രയും പൊതുവായിട്ടുള്ള 2 നിരീക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഇവിടെ അസാധാരണമായ അത്ഭുതകരമായ ഒന്നും പറഞ്ഞിട്ടില്ല. 2, ഈ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ തന്നെ 2 ദൈവത്തോടുള്ള ബന്ധത്തിലാണ്, 2 മനുഷ്യോത്മുഖമാണ്. ഇനിയും ഇത് ഓരോന്നായിട്ട് അല്പാൽപ്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തേത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും, ആ വാക്ക് ശ്രദ്ധിക്കണം, തമ്മിൽ സംസാരിച്ച്. അത് നല്ലൊരു പ്രയോഗമാണ്, തമ്മിൽ സംസാരിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കരിസ്മാറ്റിക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അവരവകാശപ്പെടുന്നത് ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവർ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു സൂചന പോലുമില്ല. കാരണം ദൈവത്തിന് ഒരു ഭാഷയും അന്യമല്ല. ദൈവത്തോട് സംസാരിക്കാൻ അന്യഭാഷയുടെ ആവശ്യവുമില്ല. മാത്രമല്ല, ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യൻ്റെ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നത് ആത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷ ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്, അത് വചനവിരുദ്ധമാണ്. എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കുക, ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ തമ്മിൽ സംസാരിക്കും, കൂട്ടു സഹോദരങ്ങളോട് സംസാരിക്കും. പലപ്പോഴും പല വലിയ സഭകളിലും അന്യോന്യം സംസാരിക്കാതെ വർഷങ്ങൾ കഴിയുന്നവരുണ്ട്. പക്ഷെ അവർ അവകാശപ്പെടുന്നത് അവർ ദൈവത്തോട് സംസാരിക്കുന്നു എന്നാണ്. അത് ശരിയല്ല. ആത്മനിറവിൻ്റെ 1-ാമത്തെ അടയാളമായി പൗലോസ് പറയുന്നത് ഒരുവൻ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അന്യോന്യം സംസാരിക്കും. അന്യോന്യം സംസാരിക്കുന്നുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകും. ശരി, ഇനി എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അതിവിടെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഉള്ള നമ്മൾ സാധാരണയുള്ള സംഭാഷണമല്ല. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്: സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീക ഗീതങ്ങൾ. മാത്രമല്ല, കൊലോസ്യർ 3:16 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം, അവിടെ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും.
ഈ ഓരോ വാക്കിൻ്റെ അർത്ഥം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്താണ് ഈ സങ്കീർത്തനങ്ങൾ? സങ്കീർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ 150 സങ്കീർത്തനങ്ങൾ തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ അന്നത്തെ വിശ്വാസികൾക്ക്, അവർ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവരാണല്ലോ, ഈ സങ്കീർത്തനങ്ങളൊക്കെ പാടുവാൻ, ആലപിക്കുവാൻ അറിയാമായിരുന്നു. ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ പാടാൻ അറിയുകയില്ല. അതുകൊണ്ടാണ് നാം അത് വായിക്കുന്നു, ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഒരുപക്ഷെ അവർക്കത് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അവർ സങ്കീർത്തനങ്ങളുടെ കാര്യം ഇത്രയും പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഷാലോ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് സാംസ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ആ വാക്കിൻ്റെ അക്ഷരാർത്ഥം എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളോട് കൂടിയ കീർത്തനം എന്നാണ്. ദ സോങ്സ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യോപകരണങ്ങളോട് കൂടിയ കീർത്തനം, അതാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ വാദ്യോപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അതിന് വിലക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ആരാധനായോഗത്തിനൊക്കെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് വിലക്കില്ലായിരുന്നു. എന്നാൽ രണ്ടാമത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. സ്തുതി, ഹിംസ്, സ്തുതിഗീതങ്ങൾ. അടുത്തത് ആത്മീക ഗീതങ്ങൾ, സ്പിരിച്വൽ സോങ്സ്. അത് വാദ്യോപകരണങ്ങൾ കൂടാതെയുള്ള പാട്ടുകളാണ്. അപ്പോൾ 2 തരം പാട്ടുകളെക്കുറിച്ചും ഈ ഭാഗത്ത് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം വാദ്യോപകരണങ്ങളോട് കൂടിയ പാട്ടുകൾ എന്ന് തന്നെയാണ്. അത് അന്നത്തെ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ അറിയാമായിരുന്നു, അവർ ഉപയോഗിച്ചിരുന്ന് കാണും. എന്നാൽ മറ്റേത് രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. എന്താണ് സ്തുതിഗീതങ്ങൾ എന്ന് പറയുന്നത്? സ്തുതിഗീതങ്ങളല്ലേ സ്തുതി എന്ന് പറഞ്ഞാൽ, സ്തുതി എന്നുള്ള വാക്കിൻ്റെ അക്ഷരാർത്ഥം ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രശംസിച്ചു പറയുക. അതാണ് സ്തുതി. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ അത് പ്രശംസിച്ചു പറയുക. അതുകൊണ്ടാണ് സ്തുതി എന്ന് പറയുന്നത് ആരാധനയുടെ അവിഭാജ്യ ഘടകമായിരിക്കുന്നത്. ആരാധനയിൽ നാം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അത് എടുത്തു പറഞ്ഞ് ദൈവത്തെ പ്രശംസിക്കുകയാണ്. അതാണ് സ്തുതിയുടെ അർത്ഥം. സ്തുതിഗീതങ്ങളിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ സ്തുതിഗീതങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ സ്തുതി എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ എഴുതിയ ആരാധനാത്മകമായ ഗീതങ്ങളാണ്. അതൊന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അന്നത്തെ ഭക്തന്മാർ രചിച്ച സ്തുതിഗീതങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ദൈവത്തെ പ്രശംസിച്ച് ആരാധനയ്ക്ക് വേണ്ടി എഴുതിയ ഗീതങ്ങൾ. 3, ആത്മീയ ഗാനങ്ങൾ അല്ലെങ്കിൽ ആത്മീക ഗീതങ്ങൾ, സ്പിരിച്വൽ സോങ്സ്. നമ്മുടെ പാട്ടുസ്തവത്തിൻ്റെയും പേരങ്ങനെയാണല്ലോ, സ്പിരിച്വൽ സോങ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഒരു നിർവചനം പോലെ പറഞ്ഞാൽ എന്താണ് ഈ ആത്മീക ഗീതങ്ങൾ? ആത്മീകരായ ആളുകൾ വിശ്വാസികളുടെ ആത്മീക വർധനവിന് വേണ്ടി എഴുതിയ ഗീതങ്ങളാണ് ആത്മീക ഗീതങ്ങൾ എന്ന് പറയുന്നത്. ആത്മീകരായിട്ടുള്ള ആളുകൾ ആത്മീക അഭിവൃദ്ധിക്കായിട്ട് എഴുതിയ പാട്ടുകളാണ്. അപ്പോൾ ലക്ഷ്യമെന്താണ്? ആത്മീക അഭിവൃദ്ധി. ആരാണ് എഴുതിയത്? എല്ലാവരും പാട്ടെഴുതിയില്ല. ആത്മീകരായ ആളുകൾ, അല്ലെ ആത്മനിറവുള്ള ആളുകൾ, അവരെഴുതിയ പാട്ടുകളാണ് ഇവിടെ പറയുന്ന ആത്മീക ഗീതങ്ങൾ. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നി ഈ 3 കാര്യങ്ങളും പാട്ടുകൾ തന്നെയാണല്ലോ. ശരിയാണ്, പാട്ടുകൾ തന്നെയാണ്. അതിനൊരു കാരണം കാണും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ സ്നേഹം, അടുത്തതെന്താണ്? സന്തോഷം. സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് പാട്ടുകൾ എന്ന് പറയുന്നത്. യാക്കോബ് 5:13 യാക്കോബ് എഴുതുന്നു, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്നാണ്. ഇംഗ്ലീഷ് നോക്കിയാൽ ഈസ് എനിവൺ ചിയർഫുൾ ലെറ്റ് ഹിം സിംഗ് സോങ്സ്. സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ആത്മനിറവിൽ ലഭിക്കുന്ന ആത്മീക സന്തോഷത്തിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് സങ്കീർത്തനങ്ങൾ, സ്തുതിഗീതങ്ങൾ, ആത്മീയ ഗീതങ്ങൾ ഉപയോഗിച്ചത്. എന്നാൽ എന്താണ് ലക്ഷ്യം? ലക്ഷ്യം മറന്നു പോകരുത്. ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആത്മീക വർധനവ് ആയിരിക്കണം. ഇന്ന് നമുക്കും ധാരാളം പാട്ടുകളുണ്ട്. എന്നാൽ പാട്ട് എഴുതുന്നവരും പാട്ട് പാടുന്ന നാമവും എല്ലാം ചിന്തിക്കണം. ഇതുകൊണ്ടൊരു ആത്മീക വർധനവുണ്ടാകണം. ഇവിടെ പലപ്പോഴും നമ്മുടെ പാട്ടുകളുടെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നരേഷൻ പറയാറുണ്ട്. അത് നല്ല കാര്യമാണ്. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്, ഉദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞ് അർത്ഥം ചിന്തിച്ച് നമ്മൾ പാടുന്നത് വളരെ നല്ലതാണ്. കാരണം ആത്യന്തികമായിട്ട് പാട്ടുകൾ കൂടെ, പ്രസംഗത്തിൽ കൂടെ മാത്രമല്ല, പാട്ടുകൾ കൂടെയും വിശ്വാസികൾക്ക് ആത്മീക വർധനവ് ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് മനുഷ്യോന്മുഖമായ ഒരു കാര്യമാണ്. രണ്ടാമത്തേത് 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അത് ദൈവോന്മുഖമാണ്. കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്.
ഞാനത് പഠന സൗകര്യത്തിന് വേണ്ടി തിരിച്ച് പറയുന്നു. കർത്താവിന് പാടിയും നേരത്തെ പറഞ്ഞ സങ്കീർത്തനങ്ങൾ, സ്തുതിഗീതങ്ങൾ, ആത്മീയ ഗീതങ്ങൾ, ഇതുകൊണ്ട് ആത്മീക വർധനവ് കേൾവിക്കാരായ വിശ്വാസികൾക്കുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവനാമം മഹത്വമായിരിക്കണം. കർത്താവിന് വേണ്ടിയാണ് പാടുന്ന എല്ലാവരും അത് ചിന്തിക്കണം. ഞാൻ പാട്ട് പാടുന്ന ഒരു പെർഫോമൻസ് അല്ല, കേൾവിക്കാരെ ഇമ്പ്രസ് ചെയ്യാനല്ല, പിന്നെ ഇതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന ആരാധനയുടെ ഒരു ഭാഗമാണ്. ആ ബോധ്യത്തിൽ നാം പാടണം. ഇവിടെ എന്താണ് ഈ ഹൃദയത്തിൽ കർത്താവിന് പാടുക? പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് തോന്നും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശബ്ദമുയർത്തി പരസ്യമായിട്ട് പാടുന്നു, ഇത് ഹൃദയത്തിൽ സ്വകാര്യമായിട്ട് പാടുന്നതാണെന്നങ്ങ് തോന്നിപ്പോകും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഹൃദയംഗമായി പാടുക, വിത്ത് സിൻസിയറിറ്റി, ആത്മാർത്ഥമായി പാടുക എന്നാണ് എൻ്റെ അർത്ഥം. നേരത്തെ 3 തരം പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. അത് പാടുമ്പോൾ എങ്ങനെ പാടണം അതാണ് ഇവിടെ പറയുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് വരണം. നമ്മുടെ ഗാനങ്ങൾ കേവലം നമ്മുടെ തൊണ്ടയിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് വരേണ്ടത് ആവശ്യമാണ്. ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഉള്ള ഹൃദയംഗമായ ഗാനം, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണോ നാം പാടുന്നത്? നമ്മുടെ അനുഭവം നാം നോക്കിയാൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചിലപ്പോൾ ഒരു പാട്ട്, ഈ ഒരേ ട്യൂണുള്ള പല പാട്ടുകൾ നമ്മുടെ പാട്ടുസ്തവത്തിലുണ്ട്. അപ്പോൾ ഒരാൾ പാട്ട് തുടങ്ങും, ചിലപ്പോൾ ഒരു പാട്ട് തുടങ്ങി അവസാനിക്കുന്നത് മറ്റേ പാട്ടിലായിരിക്കും. ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ സ്റ്റാൻസയും രണ്ടാമത്തെ പാട്ടിൻ്റെ 2ാം സ്റ്റാൻസയൊക്കെ മിക്സ് ചെയ്തൊക്കെ അങ്ങ് പാടാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, അർത്ഥം ചിന്തിക്കുന്നില്ല. ഇതൊരു താളത്തിനങ്ങ് ഒരു മെക്കാനിക്കലായിട്ട് അങ്ങ് റുട്ടീനായിട്ട് പാടുകയാണ്. അങ്ങനെ അബദ്ധങ്ങളൊക്കെ പലയിടത്തും സംഭവിക്കാറുണ്ട്. നമുക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഹൃദയംഗമായി നാം പാടണം. ഈ ബന്ധത്തിൽ പഴയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ പെട്ടെന്നൊന്ന് ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ അത് എടുത്താൽ വായിക്കാം. 21-ാം വാക്യം ആദ്യം വായിച്ചിട്ട് ഞാനത് പിന്നെ 24-ലേക്ക് വരാം. ആമോസ് 5:23-24. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം ഒന്നും വായിക്കാറില്ല. അവിടെ ആമോസിൻ്റെ കാലമായപ്പോൾ ആമോസ് പ്രവാചകനിൽ കൂടെ ദൈവം ഇസ്രായേലിനോട് എന്താണ് പറയുന്നത്? 5:23 വായിക്കാം. നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണനാദം ഞാൻ കേൾക്കയില്ല. ശ്രദ്ധിക്കുക, ദൈവം പറയുകയാണ്, നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? ദൈവത്തിനും പാട്ട് കേട്ട് മടുത്തോ? ദാവീദിൻ്റെ കാലം മുതലേ ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഉണ്ട്. അന്നൊന്നും ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ആമോസിൻ്റെ കാലമായപ്പോൾ ദൈവം പ്രവാചകനിൽ കൂടെ പറയുകയാണ്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ ജനത്തോട് പറഞ്ഞതാണ്, നിൻ്റെ പാട്ടുകളൊക്കെ നിർത്തിവെക്കുക, നിൻ്റെ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കൊന്നും ഞാൻ കേൾക്കയില്ല. ദൈവം ഇത്രമാത്രം രോഷാകുലനായി പറയാനുള്ള കാരണം അതാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവം പാട്ട് കേട്ട് മടുത്തത് കൊണ്ടല്ല, ദൈവത്തിന് പാട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ദൈവത്തിന് പാട്ട് എന്നും ഇഷ്ടമാണ്, സ്വർഗത്തിലും പാട്ടുണ്ട്. പിന്നെ എന്താണ് കാരണം? അടുത്ത വാക്യത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട്. 24-ാം വാക്യം. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പാട്ട് പാടുന്നവരുടെ ജീവിതത്തിൽ നീതിയും ന്യായവും ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അങ്ങ് പറയട്ടെ. ദൈവത്തിന് പാട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ പാട്ടുകാരെ ഇഷ്ടമല്ലാതായി. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ പാട്ടൊക്കെ നിർത്തിവെക്കാൻ. ഇത് ആത്മീകർക്കുള്ളതാണ്. ഈ പാട്ട് ഭക്തന്മാർക്കുള്ളതാണ്. എല്ലാവർക്കും വന്ന് പാടാവുന്ന ഒരു വേദിയല്ല വാസ്തവത്തിൽ സഭയിലെ പാട്ട് എന്ന് പറയുന്നത്, അല്ലെ ആത്മീയ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന് പാട്ടുകാരെ ഇഷ്ടമല്ലാതെ, അതുകൊണ്ട് ദൈവം പറയാം, നിങ്ങളുടെ പാട്ടൊക്കെ നിർത്തിവെക്കുക. നിങ്ങൾ എത്ര വീണ വായിച്ചാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല, അംഗീകരിക്കുന്നില്ല. ആമോസിൻ്റെ കാലത്ത് പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ പാട്ടുകൾ കേട്ട് ദൈവം എന്തു പറയും? ഒരാത്മപരിശോധന എപ്പോഴും നല്ലതാണ്. നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ നമുക്ക് ആത്മപരിശോധന നടത്താം. നമ്മളൊക്കെ പാട്ട് ധാരാളം പാടുന്നവരാണ്. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ടാണോ? പലപ്പോഴും കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ആത്മപരിശോധനയോടെ പങ്കെടുക്കണം നമ്മൾ പറയും. കർത്താവിൻ്റെ അത്താഴത്തിൽ മാത്രമല്ല, എല്ലാ ആത്മീക ശുശ്രൂഷകൾക്ക് മുമ്പേയും ഈ ആത്മപരിശോധന ആവശ്യമാണ്. പാട്ടും ഒരു ആത്മീക ശുശ്രൂഷയാണ്. അതുകൊണ്ട് നാം തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ആത്മനിറവിൽ വേണം പാട്ടുകൾ പാടാൻ. ഓർക്കണം, ഇതെല്ലാം ആത്മനിറവിൻ്റെ അനന്തരഫലങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ഇതിനെ മനസ്സിലാക്കണം. ശരി, ഞാൻ സൈമൺ സാറിൻ്റെ പാട്ടുണ്ടല്ലോ, എന്നുള്ളമാകും മഹാദൈവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് വന്ദനം. വളരെ അർത്ഥവത്തായ ചില വരികളാണ്. നമ്മുടെ
ഹൃദയത്തെ ദൈവാലയത്തോടാണ് പാട്ടുകാരൻ ഉപമിച്ചിരിക്കുന്നത്. ദൈവാലയം വിശുദ്ധമാണ്, അങ്ങനെ ആയിരിക്കണം നമ്മുടെ പാട്ടുകൾ. ഞാൻ പെട്ടെന്ന് മൂന്നാമത്തേലേക്ക് പോട്ടെ. 20-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. സ്തോത്രം ചെയ്യുക, നന്ദി പറയുക. പലപ്പോഴും നമ്മെക്കുറിച്ച്, വേർപാടുകാരായ നമ്മെക്കുറിച്ച് മറ്റ് പല സഭാവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതൊരു ആരോപണമാണ്. അവരെന്താണ് പറയുന്നത്? നമ്മയൊക്കെ കാണുമ്പോൾ പറയും, നിങ്ങൾക്ക് ആത്മാവില്ലാത്തവരാണ്. അത് തെറ്റായ ആരോപണമാണ്, അത് ശരിയല്ലെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മെക്കുറിച്ച് അവരങ്ങനെ പറയുന്നു? അത് നാം ചിന്തിക്കണം. മറ്റ് പല സഭാവിഭാഗങ്ങളെ കാണുമ്പോൾ അവരങ്ങനെ പറയാറില്ല, നമ്മെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറയുന്നു? അതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഏറ്റവും മെച്ചമായ കൃത്യമായ ഉപദേശം അറിയാവുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ മാത്രമാണ്. എന്നിട്ട് നമ്മെക്കുറിച്ച് പറയുന്നത് ആത്മാവില്ലാത്തവരാണെന്നാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നത്തിനൊരു സൂചന ഈ വാക്യത്തിലുണ്ട്. ആത്മാവിനാൽ ഒരുവൻ നിറയപ്പെടുമ്പോൾ സ്വാഭാവികമായി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പുറത്തു വരും, സ്തുതിയും സ്തോത്രവും പുറത്തു വരും. അബദ്ധത്തിൽ പോലും ഒരു സ്തോത്രമോ പ്രൈസ്തലോടോ പറയാത്ത ഒരുവനെ കാണുമ്പോൾ നിനക്ക് ആത്മാവില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം നമ്മുടെ ഭാഗത്താണ്. നമ്മൾ തെറ്റുതിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചില മിടുക്കന്മാരൊക്കെ പറയാറുണ്ട്, ബ്രദറെ ഞാൻ വാ തുറന്ന് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും അതെല്ലാം സ്തോത്രമെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. എന്നാൽ മത്തായി 12:34 കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് പുറത്തു വരും. അബദ്ധത്തിൽ പോലും സ്തോത്രം പറയാത്ത ഒരാൾക്ക് ഞാൻ ആത്മാ നിറവിൽ ജീവിക്കുന്നത് പറയാൻ കഴിയുകയില്ല. നമുക്ക് ആത്മാവുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ആത്മനിറവുണ്ടോ? ഉത്തരം ഞാൻ പറയുന്നില്ല, നാം ഓരോരുത്തരും പറഞ്ഞാൽ മതി. ശരി, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യത്തെ രൂപത്തിൽ ഞാൻ പറയാം. എന്തുകൊണ്ട് നാം സ്തോത്രം പറയണം? എല്ലാം ഈ വാക്യത്തിലില്ല, നമുക്കറിയാം എന്തുകൊണ്ട് സ്തോത്രം പറയണം. ഒന്ന്, ദൈവം അത് പ്രതീക്ഷിക്കുന്നു. ലൂക്കോസ് 17:17 എടുക്കേണ്ട, ഞാൻ അറിയാവുന്ന സംഭവമാണ്. അവിടെ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി, ഒരു കുഷ്ഠരോഗി മാത്രം മടങ്ങി വന്നു. അപ്പോൾ കർത്താവ് വളരെ ഹൃദയസ്പർശിയായ ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിച്ചത്? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഇവർ ആരും മടങ്ങി വരണമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞില്ല, എങ്കിലും മടങ്ങി വരും എന്ന് പ്രതീക്ഷിച്ചു. ഒരുവൻ മാത്രം മടങ്ങി വന്നു, അതും അന്യജാതിക്കാരൻ. മാത്രമല്ല, ദൈവം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, കൽപ്പനാരൂപത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് നാം സ്തോത്രം അർപ്പിക്കണം. 50-ാം സങ്കീർത്തനം 21-ാം വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കൊലോസ്യർ 2:7 സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. കൊലോസ്യർ 3:15 നന്ദിയുള്ളവരായി ഇരിപ്പീൻ. ഇങ്ങനെ എത്രയെത്ര വാക്യങ്ങൾ ലേഖനങ്ങളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നാം സ്തോത്രം ചെയ്യണം. 2, എപ്പോഴാണ് നാം സ്തോത്രം പറയേണ്ടത്? ഈ വാക്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. എല്ലായ്പ്പോഴും, ഓൾവേസ്. എല്ലായ്പ്പോഴും സ്തോത്രം എന്ന മനോഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം വേണം. എപ്പോഴും ശബ്ദം ഉയർത്തി പരസ്യമായി സ്തോത്രം പറഞ്ഞില്ല എങ്കിലും ആ ഒരു മനോഭാവത്തിൽ ജീവിക്കണം. എബ്രായർ 13:15 നാം വായിക്കുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദ്രഫലം എന്ന സ്തോത്രയാഗം ഞായറാഴ്ച തോറുമല്ല ഇടവിടാതെ അർപ്പിക്കുക. 3, എന്തിനൊക്കെ സ്തോത്രം പറയണം? എല്ലാത്തിൻ്റെ ഉത്തരം ഈ വാക്യത്തിലുണ്ട്. അവിടെ നാം വായിക്കുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. 1 Thessalonians 5:18 നാം ഇത് തന്നെ കാണുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ശരി, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ജീവിതത്തിലൊരു നന്മയുണ്ടായാൽ, വിജയമുണ്ടായാൽ, ഏതെങ്കിലും ഒരു പ്രൊമോഷൻ ഉണ്ടായാൽ സ്തോത്രം ചെയ്യാം. ജീവിതത്തിലൊരു തിന്മ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം സംഭവിച്ചാൽ, രോഗമുണ്ടായാൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റാൽ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ബൈബിളിലെ കൽപ്പന എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്നുള്ളതാണ്. കാരണം സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. പെട്ടെന്ന് സമയം പോകുന്നെങ്കിലും ഒരു സംഭവം കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു വ്യാഖ്യാതാവ് ഉണ്ടായിരുന്നു, മാത്യു ഹെൻറി. നമ്മൾ സാധാരണ പറയുന്ന ദൃഷ്ടാന്തമാണ്. മാത്യു ഹെൻറിയുടെ ഒരു പ്രത്യേകത, താൻ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് തനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. ഈ ഡയറിയിൽ അന്നത്തെ പ്രധാന സംഭവങ്ങൾ ചിലത് എഴുതി വെക്കും, എല്ലാം എഴുതത്തില്ല, പ്രധാന സംഭവങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വാചകവും കഴിഞ്ഞിട്ട്, ദൈവമേ ഞാനിതിന് നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്ത് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ് താൻ കിടന്നിരുന്നത്. തൻ്റെ ഡയറി കുറിപ്പുകൾ ഇന്നും ലഭ്യമാണ്. ഒരു ദിവസം
താൻ യാത്ര ചെയ്തപ്പോൾ തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ആരോ തന്നെ പോക്കറ്റടിച്ചു. അന്ന് വൈകിട്ട് വന്നപ്പോഴും താൻ ഈ ഡയറിയിൽ ആ സംഭവം എഴുതിയിട്ടുണ്ട്. താൻ എഴുതിയ വാചകം ഇതാണ്: ദൈവമേ, ഇന്ന് എൻ്റെ പേഴ്സ് ആരോ മോഷ്ടിച്ചു, പക്ഷേ താഴെ പറയുന്ന 4 കാരണങ്ങളാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പേഴ്സ് നഷ്ടപ്പെട്ടാൽ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? മാനുഷികമായി ചിന്തിച്ചാൽ പ്രയാസമാണ്. പക്ഷേ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് താഴെ പറയുന്ന 4 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുന്നത്. എത്രയോ പ്രാവശ്യം പേഴ്സ് നഷ്ടപ്പെടാമായിരുന്നു, നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 2, പേഴ്സിൽ ഇപ്രാവശ്യം പണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 3, കർത്താവേ, അവൻ എൻ്റെ പേഴ്സ് മാത്രമേ എടുത്തുള്ളൂ, എൻ്റെ ജീവൻ അപഹരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 4 എഴുതി, അവനാണ് എൻ്റെ പണം എടുത്തത്, ഞാൻ എൻ്റെ ആയുസ്സിൽ ആരുടെയും പണം മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ടും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഒരു പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ സ്തോത്രം ചെയ്യാൻ 4 കാരണങ്ങൾ ഭക്തനായ മാത്യു ഹെൻറി കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും പേഴ്സ് നഷ്ടപ്പെടാത്ത നമ്മൾ എത്ര കാരണങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്യണം? ഓരോ ദിവസവും സ്തോത്രം ചെയ്യാൻ ധാരാളം വകയുണ്ട്. ഒടുവിലായിട്ട് 4, ആരുടെ നാമത്തിൽ സ്തോത്രം ചെയ്യണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ പ്രാവശ്യം സ്തോത്രം പറയുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അങ്ങനെ ആവർത്തിക്കണം എന്നല്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ദൈവത്തോട് സാമീപ്യമുള്ളത്, ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൻ്റെ നാമത്തിന് യോഗ്യമായ വിധം സ്തോത്രം ചെയ്യണം. ഒടുവിലായിട്ട് ആർക്കാണ് സ്തോത്രം ചെയ്യേണ്ടത്? പിതാവിന് എന്ന് നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് പിതാവിന് സ്തോത്രം ചെയ്യേണ്ടത്? യാക്കോബ് 1:17 നാം വായിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഗുഡ് തിങ്സ്. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. അതുകൊണ്ട് പിതാവിനെ സ്തോത്രം ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിന് സ്തോത്രം ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും ദൈവം ത്രിയേകനായതുകൊണ്ട് നാം അർപ്പിക്കുന്ന ഓരോ സ്തോത്രവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായി സ്വീകരിക്കുകയാണ്, തുല്യമായി പങ്കിട്ടെടുക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരാം. 5:21, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. പലപ്പോഴും ഈ വാക്യം ആത്മനിറവിൻ്റെ അനന്തരഫലമായിട്ട് നാം ചിന്തിക്കാറില്ല. 5:22 നമുക്ക് കൂടുതൽ പരിചയം. അത് കല്യാണ പ്രസംഗങ്ങളെല്ലാം പ്രസംഗിക്കാറുള്ളത് കൊണ്ട് ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേൻ. 5:22 പറയുന്ന സബ്മിഷൻ, കീഴ്പ്പെടൽ, കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. എന്നാൽ 5:21 പറയുന്നത് സഭയുടെ പശ്ചാത്തലമാണ്. ആ വ്യത്യാസം നാം മനസ്സിലാക്കണം. സഭാ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം അന്യോന്യം ബഹുമാനിക്കുക, അല്ലെങ്കിൽ അന്യോന്യം പരിഗണിക്കുക. സഭയിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ പ്രായം കുറഞ്ഞ ഒരു വ്യക്തി വചനപ്രകാരമുള്ളൊരു കാര്യം പറഞ്ഞാൽ പ്രായം കൂടിയ ആളുകൾ അത് ശ്രദ്ധിക്കാനും നല്ലതാണെങ്കിൽ അംഗീകരിക്കാനും തയ്യാറാകണം. അതാണ് എല്ലാവരും അന്യോന്യം കീഴ്പ്പെടണം. തീർച്ചയായും സഭ ഭരിക്കുന്ന മൂപ്പന്മാരാണ്. 1 പത്രോസ് 5:5 നാം വായിക്കുന്നു, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവേ. അത് വ്യക്തമായ കൽപ്പനയാണ്, അതുണ്ട്. എന്നല്ല 1 പത്രോസ് 5:5 രണ്ടാം ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീനെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ അവിടെയും പറയുന്നുണ്ട് അന്യോന്യമുള്ള കീഴടങ്ങൽ. ശരി, എങ്ങനെയാണത് പ്രായോഗികമാക്കാൻ കഴിയുന്നത്? അത് മറ്റു ചില ഭാഗങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 2:3 നാം വായിക്കുന്നു, അതിൻ്റെ അവസാന ഭാഗത്ത്, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവേൻ. അതാണ് അന്യോന്യം കീഴ്പ്പെടുക എന്നുള്ളതിൻ്റെ പ്രായോഗിക അർത്ഥം. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുക, അതൊരിക്കലും നമ്മുടെ ജഡസ്വഭാവത്തിന് ചേർന്നതല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മുടെ മാനുഷിക പ്രകൃതിയിൽ നാം ഇപ്പോഴും നമ്മെ തന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരാണ്. എന്നാൽ ഇവിടെ പറയുന്നു മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവേൻ. റോമർ 12:10 കൂടെ കുറിച്ചാൽ മതി. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നതിൽ മത്സരിപ്പീൻ എന്നൊരാശയമാണ് അവിടെ വരുന്നത്. ഇങ്ങനെയാണ് നാം അന്യോന്യം കീഴടങ്ങുന്നത്. ഇതാണ് ആത്മനിറവിൻ്റെ 4 അനന്തരഫലങ്ങൾ. 1-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വാസ്തവത്തിൽ
ഈ ബന്ധത്തിൽ നാം ഓർക്കേണ്ടത് കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. അവർ തമ്മിലും പല മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഏറ്റവും വലിയ തെളിവ് ലൂക്കോസ് 22:24 കർത്താവിൻ്റെ ഗത്സമനെക്കുറിച്ചുള്ള വിവരണമൊക്കെ 22 നാം വായിക്കുന്നു. ആ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസവും അവർ തമ്മിൽ ഒരു വലിയ വാഗ്വാദം നടക്കുകയാണ്. എന്താണ് അവർ സംസാരിക്കുന്നത്? തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. ഓർക്കണം, പിറ്റേ ദിവസം കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. രാത്രിയിൽ ഗത്സമനയിലെ അതിവേദന. ഈ പശ്ചാത്തലത്തിൽ പോലും ശിഷ്യന്മാരെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവർക്കറിയേണ്ടത് ആരാണ് അവരുടെ കൂട്ടത്തിൽ വലിയവൻ, ഗുരു പോയാലും ആരാണ് ഒന്നാമൻ. എന്നാൽ ഇങ്ങനെയുള്ള മത്സരം, ശീതമത്സരവും നെടൽ യുദ്ധമൊക്കെ അവസാനിച്ചത് എപ്പോഴാണെന്നറിയാമോ? അപ്പോസ്തലത്തിൽ 2:4 പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി നാം വായിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പത്രോസും യോഹന്നാനും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ശീതമത്സരം. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. എന്നാൽ ആ മത്സരമൊക്കെ അവസാനിച്ച് അപ്പോസ്തലത്തിൽ 2:4 അവരെല്ലാം ആത്മാവിനാൽ നിറയപ്പെട്ടു. 2:14 അപ്പോസ്തലത്തിൽ 2:14 നാം കാണുന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. അവിടെ ഒരു ഐക്യത കാണുന്നുണ്ട്. മത്സരമൊക്കെ മാറി. ആരാണ് ഒന്നാമൻ? ആ വിഷയം പിന്നെ വരുന്നേയില്ല. അതെന്നേക്കുമായി അവസാനിച്ചു. പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും ഒരുമിച്ച് നിൽക്കുകയാണ്. വീണ്ടും 3-ാം അധ്യായം വരുമ്പോൾ നാം വായിക്കുന്നത് ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. 3:4 പത്രോസ് യോഹന്നാനോട് കൂടെ ആ മുടന്തനെ ഉറ്റുനോക്കി. പിന്നെ നമ്മൾ കാണുന്നത് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് നോക്കുന്നു, ഒരുമിച്ച് സൗഖ്യമാക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോസ്തലത്തിലെ ആദ്യത്തെ കുറേ അധ്യായങ്ങൾ നോക്കിയാൽ ഈ ഒരുമനപ്പെട്ടെന്നുള്ള വാക്ക് അനേക പ്രാവശ്യം വരുന്നുണ്ട്. വിത്ത് വൺ അക്കോർഡ്. ഈ ഒരുമ എങ്ങനെ കിട്ടി? ഈ ആത്മാവിൻ്റെ ഐക്യത എങ്ങനെ കിട്ടി? അവരെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടവരായി. എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ആണ് ആത്മാവിനാൽ നിറയപ്പെടേണ്ടത്? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവവചനത്താൽ നിറയപ്പെടുക, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. പരിശുദ്ധാത്മ നിറവിൻ്റെ അനന്തരഫലങ്ങളായിട്ട് 2 തരം ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് സ്വഭാവവുമായി ബന്ധപ്പെട്ടത്, ഗലാത്യർ 5:22-23. ഇവിടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ കണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ സാധിക്കും, ഇന്ന് നാം നേരിടുന്ന എല്ലാ സഭയിലും കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി പരിഹാരമെന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നതാണ്. അങ്ങനെ നിറയപ്പെടുമ്പോൾ നാമും ദൈവമായിട്ടുള്ള ബന്ധം ശരിയാകും, അന്യോന്യമുള്ള ബന്ധവും ശരിയാകും. വരും ദിവസങ്ങളിൽ അങ്ങനെ ആത്മനിറവിൻ്റെ ജീവിതത്തിൽ എഫേസ്യർ 4:3 നാം വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് ജീവിപ്പാൻ ഇന്ന് കേട്ട ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം സംസാരിച്ച് എന്നെയും കേട്ട് നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ നമ്മളെ വിട്ട് കടന്നു പോവുകയായിരുന്നു. ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ കാര്യമാണ്. ആ മുഹത്തിൽ നമ്മളത് ഓർക്കുകയുണ്ടായി. എത്ര നാൾ നമുക്കിങ്ങനെ വചനം കേൾക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ദൈവം തരുന്ന അവസരങ്ങളെ സുവർണ അവസരമായിട്ട് കാണുവാനും പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ആഴമേറിയ, അതേസമയത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കുറിക്കൊള്ളേണ്ട പ്രായോഗിക സത്യങ്ങളെയാണ് നാം കേട്ടത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും ദൈവം നൽകുന്ന ആദ്യ ദാനമാണല്ലോ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല, അത് ശക്തമായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നുള്ളത് നാം കേൾക്കാനിടയായിത്തീർന്നു. അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചും നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യാം. ഈ അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിലും ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും ആ നിലയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരം നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അവസാനം സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ആത്മനിറവിൽ ജീവിക്കുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു. മറുവശം ഇന്ന് പല പ്രയാസങ്ങൾക്കും പല പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ ആത്മനിറവിൽ ജീവിക്കാത്തത് കൊണ്ടാണ്.
നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരവും ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സഭാ ജീവിതങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്നാൽ അതിന് പരിഹാരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന് കീഴടങ്ങി ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്നു. അന്യോന്യം ബഹുമാനിക്കുവാൻ, അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം പരിഗണിക്കുവാനൊക്കെ നമുക്ക് കഴിയുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും തീരുമാനങ്ങളെ മാനിക്കുവാനൊക്കെ നമുക്ക് കഴിയുന്നു. ഇതെല്ലാം പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ഇനിയും ധാരാളമായ കൃപയും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോൺ സി ദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് നിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ചില ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തിയ ശേഷം ആത്മാവിനാൽ നിറയുക എന്ന വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ട് ഞങ്ങൾക്കിന്നും വചനം ആഴത്തിൽ പഠിക്കുവാൻ ദാസിലൂടെ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആത്മാവിനാൽ നിറയുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ കേട്ടു. ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഞങ്ങൾ ആത്മാവിനാൽ നിറയേണ്ടതായിട്ടുണ്ട്. തുടർന്ന് കർത്താവെ, ഞങ്ങൾക്ക് അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. ദൈവോന്മുഖമായും മനുഷ്യോന്മുഖമായും ഞങ്ങൾക്കതിൽ ഫലങ്ങൾ ഉളവാക്കുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷാ രംഗങ്ങളിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതിൻ്റെ ഫലങ്ങൾ കാണുവാനായിട്ട് സഹായിക്കുന്നു. പ്രത്യക്ഷമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നവരാകണം എന്നതാണ്. ഞങ്ങൾ ആർക്ക് വേണ്ടി, എങ്ങനെ, എപ്പോൾ സ്തോത്രം ചെയ്യണം, എന്തിനു വേണ്ടിയൊക്കെ സ്തോത്രം ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ, എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞു ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ഹൃദയത്തിൽ നിറയുന്ന സ്തുതിയും സ്തോത്രവും ഞങ്ങളുടെ വായിലൂടെ പുറത്തു വരുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ അന്യോന്യം ബഹുമാനിക്കുന്നവരും കീഴ്പ്പെട്ടിരിക്കുന്നവരും അനേകരെ ബഹുമാനിക്കുന്നവരുമായി തീരുവാൻ കർത്താവെ സഹായിക്കണം. നാഥാ, ഞങ്ങൾ കേട്ട ക്ലാസ്സിൻ്റെ ചുരുക്കത്തിൽ ഞങ്ങൾ എല്ലാവരും എപ്പോഴും ആത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ ഹിതം നിറവേറ്റി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ സഹായിക്കും. ദാസൻ വർഗീസ് സാറിന് ധാരാളമായി കൃപ നൽകി തുടർന്നും വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വചനത്താൽ തന്നെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണം. കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ എല്ലാവർക്കും നീ സമാധാനം നൽകി സമാധാനത്തോടെ നിരാത്ത ഞങ്ങളെ പുറജയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.